Yes, welcome back to Arcanix. So SSLC കാരിനി കാത്തിരിക്കുന്നത് ക്രിസ്മസ് എക്സാം ആണ്. യെസ്, ഡിസംബർ എക്സാമിന്റെ ഡേറ്റ് നമ്മൾ പറയാൻ പോവാണല്ലേ. മക്കളെ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈം ടേബിൾ, അതായത് കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു നവംബർ 27 കൂടിയാണ് ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നത്. പിന്നെ എത്ര ദിവസമാണ് എക്സാമിനുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോയിട്ട് അതിന് ഇത്ര ടോപ്പിക് ഉണ്ടാവും, എത്ര ടോപ്പിക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആയിരുന്നു. ആ കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. കാരണം മക്കൾക്കറിയാം ഓണം എക്സാം എത്ര ടഫ് ആയിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തതാണ്, പ്രത്യേകിച്ച് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ. യെസ്, അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പൊ ഇത്തവണത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 11 മുതൽ 18 വരെയാണ്. ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും. വലിയ മാറ്റമൊന്നും നിങ്ങൾ ഓണം എക്സാമിന്റെ കേസിലായാലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സോ മക്കൾക്ക് ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അത് മാത്രമല്ല മക്കളെ, കഴിഞ്ഞ വർഷവും ഇതേ ഡേറ്റിലാണ് ക്രിസ്മസ് എക്സാം നടന്നത്. 11 മുതൽ 19 വരെയായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. അതിന്റെ ടൈം ടേബിൾ കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം അല്ലേ. മക്കൾ അറിഞ്ഞ് ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച്, അതുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാനുള്ള ഒരു എന്താ തരുന്നത്, ഒരു മുൻകൂറായിട്ടുള്ള ഐഡിയ തരുന്നത്. ഈ 11 എക്സാം സ്റ്റാർട്ട് ചെയ്യെങ്കിലും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു 27 കൂടിയാണ് ടൈം ടേബിൾ വന്നത്. അതിനുശേഷം ഒരു 10-12 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആ സമയത്ത് പഠിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോർഷൻസ് ഇവരുടെ പ്രശ്നം എന്താണ്, ഇവരെപ്പോഴും മക്കൾ, നിങ്ങളല്ല ഞാൻ പഠിക്കുന്ന സമയത്തായാലും ആര് പഠിക്കുന്ന സമയത്തായാലും നമ്മളെന്താ വിചാരിക്കുക, ടൈം ടേബിൾ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്നുള്ള ഒരു ചൂട് കയറുക പഠിക്കാൻ വേണ്ടിയിട്ട്. എനിവേ നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 11-ാം തീയതി ആദ്യത്തെ എക്സാം മാത്സ് ആയിരുന്നു, മാത്തമാറ്റിക്സ്, ഗണിതത്തിലാണ് തുടങ്ങിയത്. തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷ് ആണ്. അതിനടുത്ത ദിവസം 2 എക്സാമുകൾ നടന്നു. ഒരു ദിവസം 2 എക്സാം എഴുതുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുക. മോർണിംഗ് മലയാളം ഫസ്റ്റും ഉച്ചയ്ക്ക് ശേഷം മലയാളം സെക്കൻഡുമാണ് നടന്നത്. ഒരേ ദിവസം തന്നെ 2 എക്സാമിനേഷൻസ് നടന്നു. അതൊന്നുമല്ല, 11, 12, 13 അടുത്തടുത്ത ദിവസങ്ങളാ. ഒന്ന് ബുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കാൻ എല്ലാ എന്തായാലും ഒരു സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിലീഫ് കിട്ടുക. 2 ദിവസങ്ങളായിരിക്കും ഗ്യാപ്പ് വരിക. ശനി ഞായറും ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ദിവസവും എക്സാം നടക്കും. അതെ, നന്നായിട്ട് സ്ട്രെയിൻ എടുത്ത് ഇപ്പോഴേ പഠിക്കാം. പുതിയ ബുക്കാണ്, നിങ്ങൾക്കറിയാലോ, കോണ്ടന്റ് തന്നെ വ്യത്യാസമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതെല്ലാം വാല്യുവേഷൻ ഒക്കെ ടഫ് ആക്കാണ്. അതേപോലെ അതിനുശേഷം നടന്നത് മൺഡേ മോർണിംഗ് ഹിന്ദി, ഉച്ചയ്ക്ക് ശേഷം ബയോളജി ആയിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ 2 എക്സാം എഴുതി ക്ഷീണിച്ചു വരുന്ന നിങ്ങൾക്ക് ഒരു രാത്രി മാത്രമാണ് ഫിസിക്സ് പഠിക്കാൻ കിട്ടുക. അതിന്റെ തൊട്ടടുത്ത ദിവസം കെമിസ്ട്രി, ലാസ്റ്റ് സോഷ്യൽ സ്റ്റഡീസും. അങ്ങനെ തീരെ ഗ്യാപ്പ് ഇല്ലാതെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് വരിക. അത് മാത്രമല്ല, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് മാത്രമായിരിക്കും ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കുക. സോ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് ഈ ഡേറ്റ് മനസ്സിൽ കരുതി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. ഈ ടൈം ടേബിൾ ഒരു ദിവസം 2 എക്സാം എഴുതുന്ന നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അവസാന നിമിഷം ഇത് കേൾക്കുന്ന പ്രശ്നമുള്ളൂ. ആദ്യമേ നിങ്ങൾ ഇത് കേൾക്കുക, പ്രിപ്പയർഡ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് മൊമെന്റിൽ അയ്യോ 2 എക്സാം എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോഴേ അതിനെ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഡിസംബർ 11 തൊട്ട് എക്സാം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇപ്പൊ തൊട്ട് ഓരോ സബ്ജക്റ്റുകളും പഠിച്ചു തുടങ്ങുക. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, വെയിറ്റേജ് എത്രയാണെന്നുള്ളത് ഇനി നമ്മൾ വരുന്ന വീഡിയോസിലും ക്ലാസ്സുകളിലും ഒക്കെ അറിയിക്കും. കുഞ്ഞുമക്കളോട് പറയാൻ ഒന്ന് പ്രിപ്പയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് ഒരുപാട് പഠിക്കാനെന്നുള്ള ബോധം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റ്, മോൾ സങ്കല്പനം ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.